പ്രൈസ് ദി ലോർഡ്. വചനമാധുര്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഹൃദയനിധിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നുറുങ്ങിയ ഹൃദയത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. സങ്കീർത്തനം 51:17 വചനം അതിനായി നമുക്കെടുക്കാം. ദൈവമേ, ഉരുകിയ മനസ്സും നുറുങ്ങിയ ഹൃദയവും അങ്ങേക്ക് നിരസിക്കാനാവില്ല. സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ ദൈവത്തിന് നിരസിക്കാനാവില്ല. ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോയാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 34 സങ്കീർത്തനം 18 വചനം ഇപ്രകാരം പറയുന്നു: നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് ദൈവം സമീപസ്ഥനാണ്. നമുക്ക് തെറ്റുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറായാൽ അങ്ങനെയുള്ളവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പശ്ചാത്താപ വിവശ ഹൃദയം ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാനും പാപികളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 37 വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നവർ ഹൃദയമൊരുകി നുറുങ്ങിയ ഹൃദയത്തോടെ അപ്പസ്തോലന്മാരോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് രക്ഷയുടെ വഴി പറഞ്ഞു കൊടുക്കുന്ന പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും. ജോയൽ പ്രവാചകൻ 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനങ്ങളുടെ സന്ദേശം നമുക്കറിയാം. ഇനിയെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും കൂടെ എൻ്റെ പക്കലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഒപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ്. നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ കർത്താവ് നമ്മെ സ്വീകരിക്കും, നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ആ ഒരു കാര്യത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.